വെൽക്കം ബാക്ക് ടു കൽക്കണ്ടം ദ ഡിയോ ഡയറീസ് യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് അടൂർ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ഞാനും മേഘയും മമ്മിയും റേക്കുട്ടനുമാണുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം അടൂരിൻ്റെ രാത്രികാല നഗര കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീട് ചന്ദനപ്പള്ളിയിലാണ്. ഞങ്ങളുടെ നിയറസ്റ്റ് ടൗൺ എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. എന്നാൽ ബേസിക്കലി ഞങ്ങൾ അടൂറുകാരാണ്. ഞങ്ങളുടെ നിയോജക മണ്ഡലം അടൂരാണ്. നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ വരുന്നത് അടൂർ RTOയിലാണ്. അങ്ങനെ ഒരുപാട് ആത്മബന്ധം ഞങ്ങൾക്ക് അടൂരുമായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കുട്ടിക്കാല ഓർമ്മകളുള്ള നഗരമാണ് അടൂർ. വീട്ടിൽ നിന്നും മിക്കപ്പോഴും സിനിമ കാണാനായിട്ട് വരുന്നത് അടൂരേക്കായിരുന്നു. അടൂർ നയനം, നാദം, സ്മിത തിയേറ്ററുകളുടെ കാലഘട്ടം. ഹരികൃഷ്ണൻസ്, നരസിംഹം, ഉദയനാണ് താരം, മായാവി, അന്യൻ, അങ്ങനെ എത്ര സിനിമകൾ നമ്മൾ അടൂര് വന്ന് കണ്ടു. എന്നാൽ ഇപ്പോൾ ആ തിയേറ്ററുകളൊന്നും കുറെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നില്ല. നയനം, നാദം തിയേറ്ററുകൾ റിനോവേറ്റ് ചെയ്ത് തിരിച്ചു വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അടൂർ നഗരം ആകെ മാറിയിരിക്കുന്നു. വലിയ ഫാഷൻ ചെയിൻ കമ്പനികളായിട്ടുള്ള മാക്സ്, സ്റ്റുഡിയോ, ട്രെൻഡ്സ്, അതുപോലെ ഫ്രാഞ്ചൈസികളായിട്ടുള്ള KFC, പിന്നെ വലിയ ഹൈപ്പർ മാർക്കറ്റുകൾ എല്ലാം ഇപ്പോൾ അടൂർ അവൈലബിൾ ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുളിമൂട്ടിൽ സിൽക്സ് അടൂർ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് KP റോഡ് വഴിയാണ് അടൂര് എത്തിയത്. ഇതാണ് അടൂർ സെൻട്രൽ ജംഗ്ഷൻ. മധ്യ തിരുവിതാംകൂറിലേക്കുള്ള വാതിൽ എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. അതായത് വടക്ക് എറണാകുളത്തേക്കും അതുപോലെ തെക്ക് തിരുവനന്തപുരത്തേക്കുമുള്ള പ്രധാനപ്പെട്ട റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പോയിന്റാണ് അടൂർ സെൻട്രൽ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അടൂരിന്റെ കൊമേഴ്ഷ്യൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബാണ് അടൂർ സെൻട്രൽ ജംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് ആണെങ്കിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആണെങ്കിലും ധാരാളം ഷോപ്പിംഗ് സെന്ററുകളാണെങ്കിലും എല്ലാം ഇതിന്റെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് തിരിഞ്ഞു. നമ്മൾ അടൂർ ബൈപ്പാസ് കയറാനായിട്ട് പോവുകയാണ്. നമ്മൾ പത്തനംതിട്ടക്കാർക്ക് അല്ലെങ്കിൽ അടൂരുകാർക്ക് ഉണ്ടായിരുന്ന ഒരു കുറവാണ് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് ഒരു സ്പേസ് ഇല്ലായിരുന്നു എന്നുള്ളത്. ആ ഒരു കുറവിനെ ഇല്ലാതാക്കിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ അടൂർ ബൈപ്പാസ് റോഡ്. ഒരു മേജർ ഫുഡ് ഹബ്ബായിട്ട് നമ്മുടെ അടൂർ ബൈപ്പാസ് റോഡിൻ്റെ ഇരുവശങ്ങളും മാറിയ കാര്യം നമുക്കെല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എല്ലാ ടൈപ്പ് ഫുഡുകളും ഇപ്പോൾ അടൂർ അവൈലബിൾ ആണെന്ന് നമുക്ക് പറയാം. അടൂർ ഇപ്പോൾ ഇല്ലാത്ത ഫുഡ് സ്പോട്ടുകളില്ല, എല്ലാം ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അഥവാ എന്തെങ്കിലും ഇല്ലെങ്കിൽ തന്നെ അതെല്ലാം വരുന്നുണ്ടെന്ന് തന്നെ പറയാം. കാര്യം ധാരാളം ഷോപ്പുകളുടെ പണികളും നടക്കുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിവിധ തരത്തിലുള്ള ഡൈനിങ് ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ ഫുഡ് ഹബ്സ് നമ്മുടെ അടൂർ ബൈപ്പാസിൽ ഇപ്പോൾ ഉണ്ട്. മൾട്ടി കിച്ചൺ റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ തന്നെ അറബിക് റെസ്റ്റോറൻറ്റുകൾ, ഇൻ്റർനാഷണൽ ഫാസ്റ്റ് ഫുഡ് ചെയിനുകൾ, അതുപോലെ ലേറ്റ് നൈറ്റ് ഫുഡ് സ്പോട്ടുകൾ, തട്ടുകടകൾ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ അടൂർ ഇപ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നമുക്ക് വന്ന് ഫുഡ് കഴിക്കാനും എൻജോയ് ചെയ്യാനും ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും സുഹൃത്തുക്കളെ. അപ്പോൾ വെൽക്കം ടു അടൂർ.
അപ്പം നമ്മൾ ഫാത്തിമാസ് ഹൈപ്പർ മാർട്ട് ദ ബേക്ക് ഹൗസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ വന്നതാണ്. നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്താലോ. അപ്പോൾ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ബൈപ്പാസ് റോഡിൽ തന്നെയാണ്. അപ്പം ഞാനും മേഘയും സ്ഥിരം വരുന്നൊരു കടയാണിത്. നമുക്ക് കേക്ക് ബിസിനസ് ഉണ്ടല്ലോ, അപ്പം എല്ലാ തരത്തിലുള്ള ബേക്കിംഗ് ഐറ്റംസും ഈ ഒരു ഷോപ്പിൽ ലഭിക്കും. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ വന്നത് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്യാനായിട്ടാണ്. ഇവിടെ ഷോപ്പിംഗ് തകൃതിയായിട്ട് നടക്കുമ്പോൾ ഒരാൾ ഇവിടെ VIP ട്രീറ്റ്മെന്റിലാണ്. അമ്മച്ചിയും കൊച്ചുമോനും കൂടെയുള്ള സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മച്ചിയുടെ പാമ്പറിങ്ങിലാണ് കൊച്ചുമോൻ ഇപ്പോൾ ഉള്ളത്. കുഞ്ഞിനെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കണം. ഒന്ന് നിർത്തിയാൽ ഉടനെ അവന്റെ പണി തുടങ്ങും. ഇപ്പം ആളുടെ മൂഡ് അത്ര ശരിയല്ല. അപ്പൊ അമ്മച്ചി ഓൺ ഡ്യൂട്ടിയിലാണ്. അപ്പൊ റേക്കുട്ടൻ അവന്റെ ഒരു കൂട്ടുകാരിയെ ഇവിടെ വെച്ച് കണ്ടു. മറ്റാരുമല്ല, നമ്മുടെ ഒരു റിലേറ്റീവാണ്. അടൂരുള്ള കുഞ്ഞുമോൾ അമ്മച്ചിയുടെ മകൾ മിനി ആൻറ്റിയും ഹസ്ബൻഡും അവരുടെ കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഇവിടെ ഷോപ്പിങ്ങിന് വന്നതാണ്. അപ്പം നമ്മുടെ മേഘ അപ്പുറത്തെ സൈഡിൽ തകൃതിയായിട്ട് ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടുത്തെ കാഴ്ചകളെന്ന് നമുക്കൊന്ന് പോയി കാണാം. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുവാണോ? പിന്നെ കൊറേ നാളുകൾക്ക് ശേഷം അതെ അതെ, ഇങ്ങനെ രാത്രിയിൽ ഒന്ന് ഇറങ്ങി. പത്തനംതിട്ടയാണോ അതോ അടൂരാണോ നൈറ്റ് ലൈഫിന് നല്ലേ? നൈറ്റ് ലൈഫിന് കുറച്ചുകൂടെ നല്ലത് അടൂര. പത്തനംതിട്ട അത്രയ്ക്ക് അങ്ങോട്ട് പുരോഗമിച്ച് വരുന്നുണ്ട്. കടകൾ കൂടുതൽ അടൂര. ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അടൂരിന്റെ രാത്രി കാഴ്ചകൾ കണ്ടുകൊണ്ട് സൈറ്റ് സീയിങ് എൻജോയ് ചെയ്തു. പിന്നെ ഡിന്നർ പാഴ്സൽ വാങ്ങാൻ വേണ്ടി നമ്മൾ അൽ റാസി റെസ്റ്റോറൻറ്റിൽ എത്തി. ഇപ്പോൾ നടക്കുന്ന ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന വിവിധ രാജ്യങ്ങളുടെ ഫ്ലാഗുകൾ കൊണ്ട് റെസ്റ്റോറൻറ്റ് അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഏകദേശം 20 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റ് ആണിത്. ഇവിടുത്തെ അൽഫാം മന്തി അടിപൊളിയാണ്. ഞങ്ങൾ മിക്കവാറും ഇവിടെ നിന്ന് വാങ്ങി കഴിക്കാറുണ്ട്. ബെസ്റ്റ് മന്തി ഇൻ ടൗൺ ആണ് ഗൈസ്. അങ്ങനെ നമ്മുടെ പാഴ്സൽ കിട്ടി. റെസ്റ്റോറൻറ്റിൽ നിന്നും ഇറങ്ങി നമുക്കങ്ങനെ തിരിച്ച് കാറിൽ കയറാം. അവിടെ നമ്മുടെ റേക്കുട്ടനും മമ്മിയും അതുപോലെ മേഘയും ഒക്കെ വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഫുഡൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ KSRTC റോഡ് വഴി ഒരു ഡ്രൈവ് പോയി. അടൂർ KSRTC റോഡ് അവിടുത്തെ ഒരു കൊമേഴ്ഷ്യൽ ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബാണ്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. റോഡിന്റെ രണ്ട് വശങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള കടകൾ നമുക്ക് കാണാം. അവിടെയുള്ള നഗര കാഴ്ചകൾ ഇങ്ങനെ ആസ്വദിച്ച് കുറച്ച് നേരം ഡ്രൈവ് ചെയ്തു. അങ്ങനെ അവിടെ നിന്നും ആ വഴി തന്നെ നമ്മൾ തിരിച്ച് സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്തി. രാത്രിയിലെ ലൈറ്റുകളിൽ അടൂർ ടൗൺ കാണാൻ വളരെ മനോഹരമായിരുന്നു. ഒരു ഈവനിങ് ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇന്നൊരു ചെറിയ റൈഡായിരുന്നു. അപ്പം നമ്മൾ അടൂർ നൈറ്റ് ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. കൊള്ളായിരുന്നു. അടൂര് ചെറിയൊരു എറണാകുളമായിട്ട് വരും. അടൂര് ഇനി എറണാകുളം ആകണമെങ്കിൽ കുറെ കൂടെ സമയം എടുക്കും. എറണാകുളം ആകാനുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട്. കൊള്ളാം. മൊത്തത്തില് ആകെ നല്ലൊരു റൈഡായിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി തുടർന്ന് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.